ചമ്രോട്ടം റെഗുലേറ്റർ പദ്ധതിയിലെ കരാറുകാർക്ക് വഴിവിട്ട സഹായം ചെയ്ത മുൻമന്ത്രി കെ.ടി. ജലീലിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചമ്രവട്ടം പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചമ്രവട്ടം റെഗുലേറ്ററിന്റെ ചോർച്ചയടയ്ക്കാൻ ഇരുമ്പ് ഷീറ്റ് സ്ഥാപിക്കുന്നതിൽ 1.38 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തുകയും ഗുണനിലവാരമില്ലാത്ത ചൈനയിൽ നിർമ്മിച്ച ഭാരം കുറഞ്ഞ ഷീറ്റുകൾ വാങ്ങിക്കൂട്ടിയതിന് കരാറുകാർക്ക് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്ത മുൻമന്ത്രി കെ.ടി. ജലീലിനെയും കൂട്ടാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉചിതമായ അന്വേഷണം നടത്തി അഴിമതിക്കാരെ തുറങ്കിലടക്കണമെന്നാവശ്യപ്പെട്ടാണ് ചമ്രോട്ടം പ്രൊജക്ട് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. എന്നാൽ മേരി മാത എന്ന് പറയുന്ന കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തു. ആദ്യഘട്ടത്തിൽ 29 കോടിയുടെ ഭരണാനുമതി കേരളത്തിന്റെ സർക്കാർ ഈ വിദഗ്ധ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് 29 കോടി നീക്കിവെച്ചെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് അഴിമതിയുടെ കൂത്തരങ്ങാണ്. കേവലം 95 കിലോഗ്രാം മാത്രം വരുന്ന ഇന്ത്യൻ ഗുണനിലവാരത്തിൽ നിന്ന് ഡൽഹി IIT-യുടെ ഉപദേശം മാറ്റിവെച്ച് ചൈനീസ് നിലവാരമുള്ള ഇരുമ്പ് ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാർച്ച് ചമ്രോട്ടം പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.വി. സുജീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ പി. റംഷാദ്, ടി.എം. മനീഷ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജയദേവ് കോടത്തൂർ, കെ.പി. റാസിൽ, വിനു ഏരമംഗലം, അൻസാർ മനാഫ്, ആദർശ്, കെ.പി. ഫാറൂഖ്, വിഷ്ണു, അജ്മൽ ഈശ്വരമംഗലം എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.